നമസ്കാരം. ഞാൻ അനൂപ് അഗ്രികോ. നമ്മളുടെ കെ സ്മാർട്ടിൽ വരുന്ന ലൈസൻസ് റിന്യൂവലിനെ കുറിച്ച് ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിലവിലുള്ള ലൈസൻസുകൾ പലർക്കും പുതുക്കേണ്ട സമയം വന്നിട്ടുണ്ടാവും. അപ്പോൾ കെ സ്മാർട്ടിൽ എങ്ങനെയാണ് ഒരു ലൈസൻസ് റിന്യൂവൽ നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിലവിലുള്ള ലൈസൻസിന്റെ ഡ്യൂ ഡേറ്റ് ആവുന്നതിന്റെ മുമ്പേ JD ഓഫീസിൽ പോയി ലൈസൻസ് മാനുവലി നമ്മൾ റിന്യൂവൽ ചെയ്ത് കിട്ടിയ ലൈസൻസ് നമ്മുടെ കയ്യിൽ ആദ്യം റെഡിയാക്കി വെക്കുക. അതിനുശേഷം കെ സ്മാർട്ടിന്റെ വെബ്സൈറ്റിൽ ഓർഗനൈസേഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടിയിൽ കിട്ടുന്ന ബിൽഡിംഗ് രജിസ്ട്രേഷൻ ലൈസൻസ് രജിസ്ട്രേഷൻ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷം നേരെ താഴെ പോയി ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്ന് പറഞ്ഞ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറിയാൽ നിങ്ങളുടെ പഴയ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക, പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാം. യൂസർ നെയിം പാസ്വേഡ് അടിച്ചതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനിൽ നേരെ നമ്മളുടെ ഹോം സ്ക്രീനിലോട്ട് കയറി വരും. ഹോം സ്ക്രീനിൽ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസും അതുപോലെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് നമ്മളുടെ ലൈസൻസി ഡീറ്റെയിൽസ് വരുന്നതാണ്. ലൈസൻസി ഡീറ്റെയിൽസിൽ നോക്കുമ്പോൾ നമ്മളുടെ പഴയ ലൈസൻസിയുടെ എംപാനൽ ലൈസൻസും റെഗുലർ ലൈസൻസും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിവിടെ അപ്രൂവ്ഡ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ പ്ലസ് എന്ന് പറയുന്ന ബട്ടൺ ലൈസൻസ് ഡീറ്റെയിലിൽ ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നമ്മളുടെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ വിൻഡോയിൽ ലൈസൻസ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾക്ക് വരുന്ന ഏത് ലൈസൻസ് ആണോ നിങ്ങൾ റിന്യൂ ചെയ്തത് ആ ലൈസൻസ് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് റെഗുലർ ലൈസൻസിനെയാണ് റിന്യൂ ചെയ്യുന്നത്. റെഗുലർ ലൈസൻസ് സെലക്ട് ചെയ്യുക. ലൈസൻസ് ടൈപ്പിൽ നമ്മളുടെ ലൈസൻസ് കാറ്റഗറി ഏതാണോ ആ ലൈസൻസ് കാറ്റഗറി നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സൂപ്പർവൈസർ എ കാറ്റഗറിയാണ്. അപ്പോൾ സൂപ്പർവൈസർ എ സെലക്ട് ചെയ്തു. രജിസ്ട്രേഷൻ ടൈപ്പ് ന്യൂലി അല്ല, നമുക്ക് റിന്യൂ ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് റിന്യൂഡ് ലൈസൻസ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മളുടെ മുമ്പേ ഉള്ള ഓൾഡ് ലൈസൻസിന്റെ ഡീറ്റെയിൽ ഈ ഒരു സ്ക്രീനിൽ നോക്കുമ്പോൾ 14/1/2025 ഡ്യൂ ആയിട്ടുള്ള ആ ലൈസൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം ഇഷ്യൂയിങ് അതോറിറ്റി, ഇത് എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽ നമ്മൾ ഇവിടെ കൊടുക്കണം. അതിനുശേഷം ലൈസൻസ് ഇഷ്യൂ ഡേറ്റ് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ ഇഷ്യൂ ഡേറ്റ് ആയിരിക്കും ലൈസൻസിങ് അതോറിറ്റി ചേഞ്ച് ആവുക. അപ്പോൾ ആദ്യം നമുക്കിവിടെ നമ്മുടെ ഓൾഡ് ലൈസൻസ് ഡീറ്റെയിൽസ് ഒന്ന് എൻ്റർ ചെയ്യാം. ഓൾഡ് ലൈസൻസ് ഡീറ്റെയിൽസും ലൈസൻസ് ഇഷ്യൂ ഡേറ്റ്. ഇപ്പം നമ്മൾ ആദ്യം ഇവിടെ ഓൾഡ് ലൈസൻസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തു. ലൈസൻസ് ഇഷ്യൂ ഡേറ്റ്, ഇഷ്യൂയിങ് അതോറിറ്റി എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മുടെ പുതിയ ലൈസൻസ് ഡീറ്റെയിൽസ്, അതായത് ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള റിന്യൂ ചെയ്ത് കിട്ടിയ ലൈസൻസിന്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. അതിൻ്റെ ലൈസൻസ് നമ്പർ, അതിൻ്റെ ഇഷ്യൂയിങ് അതോറിറ്റി എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തത്, ലൈസൻസിന്റെ എക്സ്പയറി ഡേറ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം ഇവിടെ എക്സിസ്റ്റിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് റിന്യൂ ചെയ്തിട്ടുള്ള ഈ ലൈസൻസ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുക. അതർ അറ്റാച്ച്മെന്റിൽ നമ്മളുടെ ഓൾഡ് ലൈസൻസ്, അതായത് ഇപ്പോൾ എക്സ്പയറി ആയ ലൈസൻസ്, അത് അതർ അറ്റാച്ച്മെന്റിലും കൊടുക്കണം. എക്സിസ്റ്റിംഗ് ലൈസൻസിൽ നമുക്ക് റിന്യൂ ചെയ്ത് കിട്ടിയിട്ടുള്ള ലൈസൻസ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഇപ്പം നമ്മളിവിടെ ആഡ് ലൈസൻസ് ഡീറ്റെയിലിൽ മുഴുവൻ ഡീറ്റെയിൽസും എൻ്റർ ചെയ്തു. അതിനുശേഷം ഈ ഫയലിൽ എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റുകൾ എൻ്റർ ചെയ്യാം. അതിനുശേഷം സേവ് ചെയ്യാം. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഫൈനലായി ക്രോസ് ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഐ ഹിയർ ബൈ ഡിക്ലെയർ കൊടുത്തു. പിന്നെ നേരെ സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഫർദർ ഒരു റീകൺഫർമേഷൻ ചോദിക്കും. ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ്? യെസ് കൊടുക്കുക. സക്സസ്ഫുള്ളി. ഇപ്പോൾ ഈ ഫയൽ ഇവിടെ സബ്മിറ്റഡ് എന്ന് കാണിച്ചു. ഇനി ഇത് ക്ലർക്ക് വെരിഫൈ ചെയ്യും. അതിനുശേഷം അത് JD ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യും. JD ഓഫീസർ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ഇവിടെ അപ്രൂവ്ഡ് എന്ന് പറയും. ഈ ഇപ്പോൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്മാച്ചുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ ഇത് തിരിച്ച് റിട്ടേൺ ആവും. റിട്ടേൺ ആയതിനു ശേഷം നമ്മളത് വീണ്ടും എന്താണ് അവർ പറയുന്ന കറക്ഷൻസ് ആ കറക്ഷൻസ് ഇവിടെ ആഡ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് ഇവിടെ വന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സബ്മിറ്റഡ് മാറിയിട്ട് അപ്രൂവ്ഡ് ആവും. അതോടുകൂടി നമ്മളുടെ കെ സ്മാർട്ട് ലോഗിൻ പഴയ പോലെ ആക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.